ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒട്ടുമുക്ക പേരൻസും പറയുന്ന ഒരു കാര്യമാണ് അമൃതം പൊടി വേണ്ട, അമൃതം പൊടി വേസ്റ്റ് ആകുന്നു, അമൃതം പൊടി വാങ്ങിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അത് പൂത്തു പോകുന്നു എന്നുള്ളതൊക്കെ അല്ലേ. അതിലൊക്കെയുള്ള ചെറിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അമൃതം പൊടി കൊഴുക്കട്ടയെ പറ്റി അറിയത്തില്ലാത്ത ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ട് കേട്ടോ. അതെനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ചെറുക്കൻ താഴെ നിന്ന് കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ട്. അവനെ നൈസായിട്ട് ഞാൻ സ്ലാവിന് മുകളിൽ ഇരുത്തി, എന്നാൽ നമ്മുടെ കൺമുന്നിലല്ലേ, അപ്പം നമുക്ക് അവനെയും കൂടെ ശ്രദ്ധിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അവിടെ ഇരുത്തിയത്. അവിടെ ഇരുന്ന് അവൻ കുസൃതി കാണിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 4-5 കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ. അതിലേക്ക് കൃഷി ചെയ്തിരിക്കുന്ന തേങ്ങയും കൂടി ഇടുന്നുണ്ട്. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഏലക്കാപ്പൊടി, ജീരകപ്പൊടി ചേർക്കാവുന്നതാണ്. എൻ്റെ കുഞ്ഞിനത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് നട്ട്സ് ചേർക്കാം. അതായത് ബദാം, കാഷ്യൂ പോലുള്ള എന്ത് നട്ട്സും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓൾറെഡി നമ്മുടെ അമൃതം പൊടിക്ക് അതോട്ട് നട്ട്സ് ഷുഗർ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ അത് ചേർത്തില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ നിലവിൽ ഇപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും 40% ഇതിനകത്ത് ഷുഗർ ആഡാണ്, പിന്നെ എന്തിനാണ് ശർക്കര ചേർക്കുന്നതെന്നുള്ളത് അല്ലേ. പക്ഷേ നമ്മുടെ കുഞ്ഞ്, അതായത് ഇത് വെന്ത് വരുമ്പോഴത്തേനും അവനത് കഴിക്കില്ല. അവനത് ഇത്തിരി താഴ്ന്നു നിൽക്കുന്ന പോലെ തോന്നും. ഒട്ടും മധുരം തോന്നിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതാവുമ്പോൾ അവൻ കഴിച്ചോളും, കുഴപ്പമില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് നല്ലൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലാക്കി കയ്യിൽ ഇത്തിരി നെയ്യ് തടവി ഞാനത് ഓരോ ചെറിയ ബോളായിട്ട് എടുത്ത് സ്റ്റവിൽ വെക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിൽ വെച്ച് വേവിക്കുന്നുണ്ട്, ഓരോ കൊഴുക്കട്ടയായിട്ട് വേവിക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ക്യാഷിനോട്ടൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. ഇത് വെന്ത് വന്നതിന് ശേഷം ഞാൻ ഈ വീഡിയോ കാണിക്കാം. അതിനിടയ്ക്ക് അവൻ എവിടെ നിന്നോട്ട് ഓരോ കുസൃതി കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. ഞാൻ പൊട്ടിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഇത് കുഞ്ഞിന് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ബൈ ബൈ.